ഇതിൻ്റെ ഒരു പരിപൂർണത വരുത്തുന്ന ഒന്നാണ് ഫിത്ർ സക്കാത്ത്. അതും കൂടെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. നോമ്പിന്റെ യഥാർത്ഥ പൂർത്തീകരണം നടക്കുന്നത് തന്നെ ഫിത്ർ സക്കാത്തിലൂടെയാണ്. നോമ്പിൽ വന്നിട്ടുള്ള നുക്സാനുകൾ, കുറവുകൾ പരിഹരിക്കപ്പെടും. ഏതുപോലെ അയിമ്മത്ത് പറഞ്ഞിട്ടുള്ളത്, ഇമാമുകൾ പറഞ്ഞിട്ടുള്ളത്, നിസ്കാരത്തിൽ വന്ന ചില ന്യൂനതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി സഹ്വിന്റെ സുജൂദ് സുന്നത്താക്കപ്പെട്ടതുപോലെ ആണ് റമദാൻ കൊണ്ട് അപേക്ഷിക്കുമ്പോൾ ഏതിന്റെ സ്ഥാനം? സക്കാത്തുൽ ഫിത്റിന്റെ സ്ഥാനം, ഫിത്ർ സക്കാത്ത്. ഈ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ആരാണ്? നേരത്തെ പറഞ്ഞ പോലെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമില്ലാത്ത ആളുകൾ നന്ന കുറയുമ്പോൾ, വളരെ പാവാണെന്ന് പറഞ്ഞാലും ഫിത്ർ സക്കാത്തും കൊടുക്കാൻ ബാധ്യതയില്ലാത്ത അത്ര പാവം വളരെ ചുരുക്കമായിരിക്കും, ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഫിത്ർ സക്കാത്ത് നിർബന്ധമാകാൻ മറ്റ് സക്കാത്തിന്റെ പോലെ പണത്തിന്റെ സക്കാത്ത് അതൊരു കൊല്ലം സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമായ അത്ര തുക അവന്റെ കയ്യിൽ ഇരിക്കണം, സ്റ്റോക്ക് വേണം. അങ്ങനത്തെ വിഷയം പെടില്ല. അല്ലെങ്കിൽ സ്വർണ്ണവെള്ളി സൂക്ഷിപ്പുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം, അതുമില്ല. ആയിരത്തി മേലെ ആഭരണമൊക്കെ ഉണ്ടാവുള്ളൂ, ഉപയോഗിക്കുന്ന ആഭരണങ്ങൾ. അതേ സ്ഥാനത്ത് ഫിത്ർ സക്കാത്ത് അങ്ങനെയല്ല. ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഇവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ അവന്റെ ഭാര്യ, കുട്ടികളൊക്കെ അവൻ നിർബന്ധമായി ചെലവ് കൊടുക്കേണ്ടവരും, അവർക്ക് ആവശ്യമായ പെരുന്നാൾ ദിവസം എന്ന് പറഞ്ഞാൽ ആ രാവും പോലും അന്നത്തെ ദിവസത്തെ ചെലവുകൾ, പിന്നെ കുറെ കഴിഞ്ഞിട്ടുള്ള ചെലവൊന്നും അവിടെ കണക്കാക്കൂല. അന്നത്തെ ആ ചെലവ്, അവർക്ക് കൊടുക്കേണ്ട ഭക്ഷണം, വസ്ത്രം, അല്ലെങ്കിൽ പാർപ്പിടം തുടങ്ങിയതൊക്കെ അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ആ ചെലവിന്റെ ആവശ്യം കഴിച്ച് വല്ലതും അവന്റെ കയ്യിൽ ബാക്കിയുണ്ടോ? ബാക്കി എന്ന് പറഞ്ഞാൽ പണമായി ബാക്കി വേണമെന്നില്ല. അപ്പൊ ഒരാൾക്ക് പറമ്പുണ്ട്, ആ പറമ്പ് വിറ്റാൽ ഇതെല്ലാം കഴിഞ്ഞാലും അവന് ബാക്കിയുണ്ട്, എന്നാ പറമ്പ് വിറ്റിട്ടേയും കൊടുക്കണം എന്നാണ്. പോകട്ടെ, എത്ര വരെ പറഞ്ഞു? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്, ഒരു വലിയ പണ്ഡിതൻ, ആ പണ്ഡിതന്റെ കയ്യിൽ കുറെ കിതാബുണ്ട്, ആ കിതാബ് ഒക്കെ അയാൾക്ക് ആവശ്യം, എന്നാ അയാൾ നിൽക്കണ്ട, അയാൾക്ക് ആവശ്യമുള്ളതല്ലേ. അതേ സ്ഥാനത്ത് അയാൾക്ക് എല്ലാം ഈ 2 എണ്ണം ഉണ്ട്. ഇപ്പൊ തുഹഫ 2 എണ്ണം ഉണ്ട്, ഒരു തുഹഫ വിറ്റാൽ തന്നെ 1000 രൂപ കിട്ടും. അല്ലെങ്കിൽ 2 നിഹായ ഉണ്ട്, 2 കോപ്പി കിതാബുകളുണ്ട്. എന്നാ സക്കാത്ത് കൊടുക്കാൻ ഒന്നുമില്ല അറിഞ്ഞാണ്ട് ഇരിക്കാൻ പറ്റൂല. ആ വേറുള്ള ഓരോ കോപ്പി വിറ്റുകൊള്ളണം, എന്നിട്ട് ഇനി സക്കാത്ത് കൊടുക്കണം. അപ്പൊ ഫിത്ർ സക്കാത്തിന്റെ കാര്യം എത്ര ഗൗരവമുള്ള കാര്യമാണ്. അതാണ് പറയുന്നത്, അന്നത്തെ ചെലവ് അതേ കണക്കാക്കുള്ളൂ. അത് കഴിച്ചു വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഉള്ളവൻ അവന്റെ നഫ്സിന് വേണ്ടിയും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്ക് വേണ്ടിയും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. എത്ര കൊടുക്കേണ്ടത്? ഒരാൾക്ക് 1 സാഴ് എന്ന രീതിയിൽ കൊടുക്കണം. നേരത്തെ പറഞ്ഞ മുദ്ദല്ല, 4 മുദ്ദ് കൂടുമ്പോഴാണ് 1 സാഴ്. 1 സാഴ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അളവ് അനുസരിച്ച് ലിറ്റർ പ്രകാരം 3 ലിറ്ററും 200 മില്ലി ലിറ്ററും ആയാൽ 1 സാഴ്. തൂക്കം പറയുമ്പോൾ അരിയുടെ വെയിറ്റ് കുറവും വെയിറ്റ് കൂടുതലനുസരിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അളവ് പറഞ്ഞാൽ കൃത്യമാണ്. 3 ലിറ്ററും 200 മില്ലി ലിറ്ററുമായാൽ 1 സാഴ്. കാരണം ഒരു മുദ്ദ് പറഞ്ഞാൽ 800 മില്ലി ലിറ്ററാണ്. അപ്പൊ 4 800 കൂടിയാൽ 3200 അപ്പൊ 3 ലിറ്ററും 200 മില്ലി ലിറ്ററും 1 സാഴ്. ഈ 1 സാഴാണ് കൊടുക്കേണ്ടത് ഒരാൾക്ക്. അപ്പൊ 10 പേര് വീട്ടിലുണ്ടോ? ആ 10 ആൾക്കുള്ള ഫിത്ർ സക്കാത്ത് കൊടുക്കണം. എത്ര? 10 സാഴ്. നമ്മുടെ നാട്ടിലെ പ്രധാന ഭക്ഷണം, മുഖ്യ ഭക്ഷണം നാം കഴിക്കുന്നത് ധാന്യം, അരിയാണ്. ഇനി ചില ഒരു കാര്യം കൂടി ഇതിനെ കൂടെ പറയാം. ചില ആളുകൾ ഗൾഫിലൊക്കെ പോയാൽ ഗൾഫില് സക്കാത്ത് കൊടുക്കുമ്പോൾ വാങ്ങാനുള്ള ആളില്ല എന്നൊരു പരാതി ഉണ്ട്. സക്കാത്തിന് അവകാശികൾ വേണം. സക്കാത്തിന് അവകാശി എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു, പ്രായശ്ചിത്തം കൊടുക്കേണ്ടതും ഈ സക്കാത്ത് കൊടുക്കേണ്ടവർക്ക് തന്നെ. ആരാ അവകാശികൾ? പ്രധാനമായും ഫക്കീർ, മിസ്കീൻ. ആരാണ് ഫക്കീറും മിസ്കീനും? അതും ചുരുക്കി പറയാം. ഫക്കീർ എന്ന് പറഞ്ഞാൽ അവന് കിട്ടുന്ന വരുമാനം
അവന്റെ നിത്യജീവിതത്തിലേക്ക് തട്ടിച്ചു നോക്കുമ്പോൾ പകുതി പോലും തയ്യില്ല. അങ്ങനെ തള. ഉദാഹരണം പറഞ്ഞാൽ, അതുകൊണ്ട് ആ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായവർ തന്നെ വാങ്ങാൻ അവകാശികളാവും. എത്രയോ ആളുകൾ വാങ്ങാൻ അവകാശികളാ. അവർ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതമായിരിക്കും. ചിലപ്പോൾ ഫിത്ർ സക്കാത്ത് വാങ്ങിയിട്ട് തന്നെ റമദാൻ 1 മുതൽക്ക് തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കാം. അപ്പൊ റമദാൻ 1 മുതൽക്ക് കുറെ മുതലാളിമാർ കൊടുത്തു. ഇയാൾക്ക് കുറെ എങ്ങനെ കിട്ടിയ കാരണം കൊണ്ട് തന്നെ ഇയാളെടുത്ത് റമദാൻ പെരുന്നാളായപ്പോഴേക്കിന് ഈ പറഞ്ഞ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട അവസ്ഥയൊക്കെ വന്നു. അപ്പൊ ഇയാൾ വാങ്ങാൻ അവകാശിയായിരിക്കെ തന്നെ കൊടുക്കാൻ ബാധ്യസ്ഥനാവും. അപ്പൊ ആരാ? ഇന്നൊക്കെ എത്ര ആളുണ്ട് അങ്ങനെ ഫക്കീറുമാർ? നമ്മൾ ചിന്തിക്കാറുണ്ടോ? അതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്. നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാൾ, അവൻ മദ്രസയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു മദ്രസ മുഅല്ലിമാണ്. അയാൾക്ക് യാതൊരു വരുമാനമില്ല മദ്രസ ജോലിയല്ലാതെ. മദ്രസയിലെ അയാൾക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണ്? സദർ ഉസ്താദ് ആയതുകൊണ്ട് അയാൾക്ക് 1500 ഉറുപ്പിക ഉണ്ട്. സദർ ഉസ്താദ് ആയതുകൊണ്ട് 1500 കൊടുക്കാൻ ഞാൻ മോശമാണെന്ന് വിചാരിച്ചിട്ട് കമ്മിറ്റിക്കാരൻ കൂടിയിട്ട് കൊല്ലെന്താക്കി 1500 തന്നെ കൊടുക്കാന്ന് വെച്ച്. അപ്പൊ 1500 കിട്ടിയാൽ ഇയാൾക്ക് ഒരു ദിവസത്തെ ചെലവിന് ഇപ്പൊ എത്രയുള്ളത്? 1500 എന്നാൽ 30 കൊണ്ട് വീതിച്ചോക്കാട്ടെ, 50 ഉറുപ്പിക ഉണ്ട്. ഇയാൾക്ക് ഒരു ദിവസത്തെ വീട്ടിലേക്കുള്ള അയാൾ ആവശ്യത്തിന് കിട്ടുന്നത് 50 ഉറുപ്പികയാണ്. അയാളുടെ ജീവിതം ഒരു ചെറിയ മട്ടിൽ, അയാള് വളരെ കഴിവ് കുറഞ്ഞ ആളാണെങ്കിൽ കഴിവ് കുറഞ്ഞ നിലക്ക് ഉള്ളൊരു ജീവിതമുണ്ട്. ജീവിതം ഓരോരുത്തരെ ഏതനുസരിച്ചാ. വളരെ കഴിവ് കുറഞ്ഞ ആൾ കടം വാങ്ങിയിട്ടെങ്കിലും ഭയങ്കര ടോപ്പ് ജീവിതം നയിച്ചാൽ പറ്റൂല. അങ്ങനെ പലരും കടത്തിപ്പെടുന്നത്. അങ്ങനെ കടക്കാരനായി ഇത് വയർക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തർക്കുള്ള അതനുസരിച്ചാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ടല്ലേ ചെലവ് കൊടുക്കണിടത്തും പറഞ്ഞ എന്താ? ഭാര്യക്ക് ഭർത്താവ് ചെലവ് കൊടുക്കണിടത്തും അങ്ങനെയല്ലേ? അപ്പോ അവിടെ പിന്നെ വേറൊന്നും കൂടി ഉണ്ട്. പെണ്ണ് കെട്ടുമ്പോ തന്നെ ആ ജാതി നോക്കി കെട്ടണം. കാരണം വലിയ ഉയർന്ന നിലയിൽ ജീവിക്കുന്ന പെണ്ണാണ് അതപ്പം കെട്ടിയതെങ്കിൽ അവള് പതിവാക്കി പോകുന്ന നിലക്കുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. ആട്ടിറച്ചി തന്നെ അവള് കഴിക്കുള്ളൂ. എന്നാ ഈ പ്ലാസ്റ്റിക്കിന്റെ കോഴിയൊന്നും കൊടുത്താൽ പറ്റൂല. എന്ന പോലെ അവൾ പതിവാക്കി പോന്നിട്ടുള്ള അവളുടെ ജീവിത രീതി അനുസരിച്ച് കൊടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒരു പാവപ്പെട്ട ആളാണ്. എന്നാ പാവപ്പെട്ടവൻ ജീവിക്കേണ്ടുന്ന രീതി അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ തന്നെ അവന് ഒരു ദിവസത്തിന് 150 ഉറുപ്പിക വേണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസത്തെ ജീവിതത്തിൽ 150 വേണം. ഇയാൾക്ക് നിത്യം കിട്ടുന്ന എത്ര? 50. അപ്പൊ ഇയാൾക്ക് 4500 ഉറുപ്പിക ഉണ്ടെങ്കിലേ ഇയാൾ ഈ 150 പ്രകാരം വെച്ച് കഴിയുള്ളൂ. ഇയാൾക്കൂടെ കിട്ടുന്ന 1500. അപ്പൊ ഇയാൾ ഫക്കീറാണ്. ഇയാൾക്ക് കൊടുക്കണം, നിർബന്ധമാണ്. അയാൾ സക്കാത്തിന് അവകാശിയ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ പകുതിയോ അതിലധികമോ ഒക്കെ ഉണ്ട്, പക്ഷെ തയ്യില. എന്നും ഇങ്ങനെ കടം വരും. ഉദാഹരണം പറയാം, അയാൾക്ക് 3500 ഉറുപ്പിക അല്ല 3000 ഉറുപ്പിക ശമ്പളം കിട്ടുന്നുണ്ട്. 4500 ഒക്കെ വേണം. അപ്പൊ 3000 കിട്ടുമ്പോൾ ഒരു ദിവസത്തിന് 100 അയാൾക്ക് കിട്ടുന്നുള്ളൂ. ഒരു ദിവസത്തിന് 150 അയാൾക്ക് ആവശ്യമുണ്ട്. പക്ഷേ അപ്പൊ അയാളെ അയാളെ സംബന്ധിച്ച് പറഞ്ഞാൽ അയാൾക്ക് എല്ലാ ദിവസവും കടം വരും. അയാൾ മിസ്കീന ഫക്കീറിനൊക്കെയാണ് കുറച്ചും കൂടെ മേലെ. അവൻ്റെ അടുത്ത് കുറച്ചും കൂടെ ഒക്കെ ഉണ്ട്, പക്ഷെ ഉള്ളത് തികയില്ല. ഇങ്ങനത്തെ ഫക്കീർ മിസ്കീന്മാർ അവർക്ക് സക്കാത്ത് കൊടുക്കണം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് കൊടുക്കണം. പലപ്പോഴും ഇതൊന്നും നോക്കാതെ ഇങ്ങനെ കൊല്ലം തോറും കൊടുത്തു വരാറുള്ളാറുണ്ട്. അങ്ങനെ ഒരു കൊടുക്കല് കഴിഞ്ഞൊല്ലം വന്നിരുന്നവരാണ്, അപ്പോൾ അവർക്ക് കൊല്ലം കൊടുക്കാൻ ഞാൻ പറ്റൂലാറിട്ട് അങ്ങനെ കൊല്ലം തോറും നടന്നു വരുന്ന കുറെ സംഗതി അത് കൊല്ലത്തിന് നടത്താം, ശ്രദ്ധ പറ്റൂല. ഇത് അവകാശികളാണോ നോക്കിയിട്ട് വേണം. കഴിഞ്ഞൊല്ലം വാങ്ങിയപ്പോൾ അവകാശിയായിരുന്നു, കൊല്ലം അവകാശിയല്ല, കൊടുക്കാൻ പറ്റൂല. കഴിഞ്ഞ കൊല്ലം വളരെ പാവപ്പെട്ട ആൾ ഈ കൊല്ലം സക്കാത്ത് വാങ്ങാൻ പറ്റാത്ത അവസ്ഥയിലെത്താം. അപ്പൊ അയാൾ കൊടുക്കാൻ പറ്റൂല. ഇതൊന്നും നോക്കാതെ വരുന്നവർക്കൊക്കെ കൊടുക്കാം. അപ്പൊ അതല്ലേ വഹാബിൽ അതല്ല ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ ഞങ്ങളത് മനസ്സിലാക്കി കുറച്ച് നേരത്തെ. നിങ്ങൾ കുറെ കഴിഞ്ഞേ മനസ്സിലായുള്ളൂ. ഞങ്ങൾ അതിനു വേണ്ടി എന്ത് ചെയ്തു? അതൊക്കെ കൊടുക്കേണ്ട സ്ഥാനത്ത് തന്നെ ആവട്ടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടൊരു സക്കാത്ത് കമ്മിറ്റി ഉണ്ട്. അതിനും നമ്മൾ ആളുകൾ അറിയാതെ പെട്ടുപോകും. അള്ളാഹു കാക്കട്ടെ.
അതിൽ കൊടുത്തു പോയാൽ ഇത് എവിടെയും പെടൂല. കമ്മിറ്റി പറഞ്ഞാൽ ഈ കമ്മിറ്റി സക്കാത്ത് വാങ്ങേണ്ടുന്ന ഒരു അവകാശികളുമല്ല. സക്കാത്ത് വാങ്ങിയിട്ട് കൊടുക്കുക എന്നുള്ളത് ഒരു അധികാരം ഉള്ളത് തന്നെ ഇസ്ലാമിക ഭരണകൂടം നടക്കുന്ന ഇടത്ത് ആ ഭരണകൂടം നിശ്ചയിക്കുന്നത് പ്രകാരം അവിടെ സക്കാത്ത് പിരിച്ചെടുക്കാൻ സക്കാത്ത് വാങ്ങുന്നവർ, അത് ഇസ്ലാമിക ഭരണമുള്ളടത്ത് മാത്രം. ഇസ്ലാമിക ഭരണമില്ലെങ്കിൽ നാട്ടിലെ കാളിക്ക് പോലും സക്കാത്ത് വാങ്ങി വിതരണം ചെയ്യാൻ അവകാശമല്ല. പിന്നെയോ നമ്മൾ കൊടുക്കുക, നമുക്ക് സ്വന്തം കൊടുക്കാൻ കഴിയില്ലേ? നമ്മൾ ഇവിടെ അല്ലേ, എന്നാ നമ്മൾ വേറെ സ്ഥലത്ത് പോവാ, എന്നാ പിന്നെ ഒരാളെ നമ്മൾ ഒക്കാലത്താക്കാം, നമുക്ക് ഒരാളെ ഒക്കാലത്താക്കാം. ഇവിടെ ഉള്ള ആളുകളെ സക്കാത്ത് ഇവിടെ കൊടുക്കാൻ വേണ്ടി ഒക്കാലത്താക്കാം. കമ്മിറ്റിനെ ഏൽപ്പിക്കലല്ല. കമ്മിറ്റി എന്ന പലരും നന്നായിട്ട് പിരിച്ചെടുക്കുക. ആ പിരിവ് നടത്തിയിട്ട് ഇങ്ങനെ ഒരു സക്കാത്ത് ഫണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ കുറെ കൊടുക്കുകയും എന്നിട്ട് കുറെ കഴിഞ്ഞ കൊല്ലത്ത് ബാക്കി വെക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമ്പ്രദായം ഉണ്ട്. എന്നിട്ട് അവരുടെ കണക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും സക്കാത്ത് വകയിൽ ഈ കൊല്ലത്തെ വരവ് ഇത്ര, ചെലവ് ഇത്ര, ബാലൻസ് ഇത്ര, കഴിഞ്ഞ കൊല്ലത്തെ ബാക്കി ഇത്ര, രണ്ടും കൂടി ടോട്ടൽ ഇത്ര. വളരെ നല്ല കണക്കാ. സക്കാത്തിന്റെ വകയിലെ കൊല്ലത്തെ വരവ് ഇത്ര, സക്കാത്ത് വകയിൽ ചെലവായത് ഇത്ര, അത് കഴിച്ച് ബാക്കി ഇത്രയുണ്ട്, കഴിഞ്ഞ കൊല്ലത്തെ ബാലൻസും ഇത്ര ഉണ്ട്, അതിനും കൂടി കൂട്ടിയിട്ട് ടോട്ടൽ ഇത്ര ഉണ്ട്. നല്ല കണക്കായി പോയി, അവതരിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇത് സക്കാത്താവൂല. സക്കാത്ത് ഓരോ കൊല്ലത്തെ സക്കാത്തും കൊടുത്തു തീർക്കാനുള്ളതാ. അത് പിന്നെ ചെലവ് തരാൻ അതിൽ തന്നെ എല്ലാ ചെലവും ഇവരുടെ എല്ലാ ചെലവും അതിലാപ്പെടുത്ത. അപ്പൊ ഞാൻ പറയുന്നു ഇതൊക്കെ ഇബാദത്ത് ഫസാദാക്കുന്നതാണ്. ഇതിന്റെ ഒക്കെ കാരണം നേരത്തെ ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അതാണ് ഇതൊക്കെ എവിടെ നടക്കുന്നത്? വിവരമില്ലാത്ത സ്ഥലത്ത്, ആലിമ്യങ്ങളില്ല, അങ്ങനത്തെ സ്ഥലത്താണ് ഇതൊക്കെ നടക്കുന്നത്. അവിടുത്തെ സാധാരണക്കാർ ഇതിന് വിധേയരായി പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ സക്കാത്ത് വാങ്ങാൻ ചിലപ്പോൾ ബാഹ്യമായി ആളെ കിട്ടൂല ഗൾഫില്. ഈ കാരണം കൊണ്ട് ഗൾഫില് ചില നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ എന്ത് ചെയ്യാറുണ്ട്? ഗൾഫിലൊക്കെ വിവിധ മദ്ഹബുകളുണ്ട്. ഇവിടെ മാലിക്കി, ഹംബൽ, ഇങ്ങനെയൊക്കെ മദ്ഹബുകളുണ്ട്. ഹനഫി, ഷാഫി മദ്ഹബിൽ ഫിത്ർ സക്കാത്തിന് പകരമായി പൈസ കൊടുക്കുക എന്നൊരു സംവിധാനമില്ല. ഷാഫി മദ്ഹബ് പ്രകാരം സക്കാത്തായി തന്നെ കൊടുക്കണം, ധാന്യമായി തന്നെ കൊടുക്കണം, പണമായി കൊടുക്കുന്ന പ്രശ്നമില്ല. അത് പണമായി കൊടുക്കുന്ന മദ്ഹബ് വേറെ ഉണ്ട്. അപ്പൊ ഗൾഫിലെ ചില ആളുകൾ അതനുസരിച്ച് ചെയ്യുന്നും ഉണ്ട്. അത് കണ്ട് നമ്മുടെ ആളുകളും വേഗം എളുപ്പത്തിന് വേണ്ടി ഇത് അരി വാങ്ങി കൊടുക്കാൻ പാളുണ്ടാവില്ല എന്ന് വിചാരിച്ച് പൈസ കൊടുക്കുക. അതുകൊണ്ട് ഷാഫി മദ്ഹബിന് സക്കാത്ത് വിടുകയില്ല. പിന്നെയോ ആള് വാങ്ങാനില്ല എന്നിട്ട് വെറുതെ പറയുന്നതാ. അവിടെയും ജോലി ഇല്ലാതെ വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർ നമ്മളെ നാട്ടിലെ പോലെ ഇങ്ങനെ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ ചാർപ്പൊട്ടി അവർ നടക്കൂല. നമ്മളത് സിറായി കൊണ്ടു കൊടുത്താൽ അവർ വാങ്ങും. അപ്പൊ അവർക്ക് എത്തിച്ചു കൊടുക്കണം, അതല്ലേ വേണ്ടത്. സക്കാത്ത് പറഞ്ഞൊരു കൂട്ടർ വാങ്ങാനായിട്ട് വരാൻ ഞാൻ പറഞ്ഞില്ല, അവകാശികളും അല്ലാത്തവരൊക്കെ ഉണ്ടാവും. വരുന്നവർക്ക് ഇങ്ങനെ കൊടുക്കുക, അങ്ങനെയല്ല. അവകാശികളെ നാം കാണണം. അത് വരുന്നവരായാലും നമ്മൾ കൊണ്ടു കൊടുത്താലും ശരി. ധനത്തിന്റെ സക്കാത്ത് പറഞ്ഞപ്പോഴും ഖുർആൻ പറഞ്ഞതാ. സക്കാത്തിന്റെ അവകാശികൾ ആരുണ്ട്? ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ യാചിച്ച് വരുന്നവരുണ്ട്, അവർ ചോദിക്കാനും വരൂല, അവർ കൊണ്ടു കൊടുക്കണം, അങ്ങനത്തെവരുണ്ട്. അവകാശിയാണോ എന്ന് കണ്ട് നാം അവർക്ക് കൊടുക്കുക. അപ്പൊ അവർക്ക് എത്തിച്ചു കൊടുത്താൽ ഗൾഫിലായാലും അവർ വാങ്ങും. ഇനി അങ്ങനെയും വാങ്ങാൻ ആളില്ലേ എന്നാ പിന്നെ അവന്റെ സക്കാത്ത് അവിടെ തന്നെ കൊടുക്കണമെന്ന ആ നിയമം ഷാഫി മദ്ഹബിന്റെ നിയമം. ഒരാള് ഈ സക്കാത്ത് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്ന ഇടയുള്ളത്.